5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പ്രിയപ്പെട്ട സ്വരാജ്, താങ്കൾ ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഇട്ടതാന്ന് തോന്നുന്നു. സാംസ്കാരിക പ്രവർത്തകർക്ക് രാഷ്ട്രീയമായി കൂടെ, സാംസ്കാരിക പ്രവർത്തകർക്ക് ആർക്കെങ്കിലും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൂടെ? ഈ ഒരു വിവാദം വന്നത് കെ.ആർ. മീരയും വൈശാഖനും അതുപോലെ തന്നെയുള്ള കുറേ സാഹിത്യകാരന്മാർ, അതിൽ വളരെ പ്രധാനപ്പെട്ട കെ.ആർ. മീരയെ പോലുള്ള ഒരാളുടെ, ബാക്കി എന്നാലും സെക്കൻഡ് ലെയറിലൊക്കെ നിൽക്കുന്ന ഒരുപാട് സാഹിത്യകാരന്മാർ ഉൾപ്പെടെയുള്ള 10-50ഓളം പേർ സ്വരാജിന് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിന് വന്നു. അപ്പോൾ അതിനെതിരെ കൽപ്പറ്റ നാരായണനും അതുപോലെ തന്നെ PM മാത്യുവും ജോയ് മാത്യു ഒക്കെ വലിയ ബഹളം ഉണ്ടാക്കി. ജോയ് മാത്യു UDF വേണ്ടി പോവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിലാണ് താങ്കളുടെ ഒരു പ്രതികരണം വന്നത്. താങ്കളെക്കുറിച്ച് ലോകം മനസ്സിലാക്കുന്നത്, കേരളം മനസ്സിലാക്കുന്നത്, ഞാനുമൊക്കെ മനസ്സിലാക്കുന്നത് CPM-നകത്തുള്ള ചിന്തിക്കുന്ന ആളുകളിൽ വരുന്നൊരു ആളാണ്. അപ്പോൾ ചിന്തിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി വ്യാമോഹമോ അല്ലെങ്കിൽ ഒരു MLA ആവുക, മന്ത്രിയാവുക എന്നതിനപ്പുറം തത്വശാസ്ത്രങ്ങളിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. അങ്ങനെ തത്വങ്ങളിൽ കൂടുതൽ വിശ്വസിക്കുമ്പോൾ, ആദർശങ്ങൾ വിശ്വസിക്കുമ്പോൾ, സ്വരാജ് പറഞ്ഞ കാര്യങ്ങൾ സ്വരാജ് തന്നെ ഇലക്ഷൻ കഴിഞ്ഞൊന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കണം. കഴിയുമെങ്കിൽ അത് എനിക്കും കൂടി വരാൻ കഴിയുന്ന ഒരു വേദിയാണെങ്കിൽ കേൾക്കാനോ അതിൽ പങ്കെടുക്കാനോ ഞാനും വരുന്നതാണ്. എന്താണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നവർക്കും വലതുപക്ഷം എന്ന സാംസ്കാരിക നായർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? EMSന്റെ കാലം മുതൽ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘം ഉണ്ടാക്കിയപ്പോൾ തന്നെ MN വിജയൻ മാഷിനെ പോലെയുള്ള ആളുകളെ അതിൻ്റെ തലപ്പത്ത് വെക്കുകയും കേരളത്തിൽ പുരോഗമനപരമായ ഇടതുപക്ഷ രാഷ്ട്രീയം പറയാത്ത എല്ലാവരെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് പോവുകയും ഒരുപാട് ഒളപ്പമണ്ണയെ പോലുള്ള ആളുകൾ, ഒരുപാട് സാഹിത്യകാരന്മാർ, ഇതെല്ലാം ചെമ്മനം ചാക്കയെ പോലുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ അതിൽ വേദനാജനകമായ അഭിപ്രായം പറയുക. ഇപ്പോൾ സുകുമാർ അഴീക്കോടും ഒക്കെ അതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതായത് കൂടെ നിൽക്കുന്നവരും കൂടെ നിൽക്കാത്തവരും എന്ന് പറഞ്ഞ് സാഹിത്യത്തെ രണ്ടായി തിരിച്ചത് EMS ആണ്. ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും പുരോഗമനം പറയുന്നവർ ഇടതുപക്ഷക്കാരും ബാക്കി എല്ലാവരും വലതുപക്ഷ പിന്തിരിപ്പന്മാരുമാണെന്നുള്ള രീതിയിൽ ആരെങ്കിലും ഇടതുപക്ഷത്തിന് എതിരായോ ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും ചെയ്തികളെയോ കുറ്റപ്പെടുത്തുകയോ കുറവുകൾ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും അവരെ ഒറ്റയ്ക്ക് ആക്രമിച്ചിരുന്ന ഒരു സമീപനം അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്, BJP അന്നില്ല, കോൺഗ്രസിനൊന്നും അത്തരത്തിലൊരു സംവിധാനവും ഇല്ലായിരുന്നു. പക്ഷേ പിന്നെ കാലം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ഡോക്ടർ ജോർജ് ഓണക്കൂറിനെ പോലെയുള്ള സാഹിത്യകാരന്മാരൊക്കെ കോൺഗ്രസ് പാളയത്തിൽ പോയി കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയും കുറച്ച് പേര്, പിന്നെ അവർ സാഹിതി സമിതി, അങ്ങനെ കലാസാഹിതി എന്നൊക്കെ പറഞ്ഞ് കുറേ, പിന്നെ നാടക സമിതി, പാലോടി രവിയെ പോലുള്ള കുറേ ആളുകൾ, അങ്ങനെ ഇപ്പോഴത്തെ തിരുവനന്തപുരം DCC പ്രസിഡന്റായുള്ള പാലോടി രവി, അങ്ങനെ കുറേ ആളുകൾ അതിനകത്ത് വന്നു. അവർ കുറച്ച് ആര്യാടൻ ഷൗക്കത്ത്, ഇങ്ങനെ കുറച്ച് പഴകുളം മധു ഇങ്ങനെ തുടങ്ങി കുറച്ച് ആളുകൾ അങ്ങനെ വന്നു. പഴവിള രമേശിനെ പോലുള്ള ആളുകൾ ആദ്യം ഇടതുപക്ഷത്തോടൊപ്പം നിന്നെങ്കിലും അവസാനം അദ്ദേഹം ഒരു കോൺഗ്രസ് ലൈനൊക്കെ സ്വീകരിച്ചു. അങ്ങനെ സാഹിത്യകാരന്മാരുടെ ഇടയിൽ കൃത്യമായൊരു വിഭജനം ഉണ്ടാക്കുന്നതിൽ തീർച്ചയായും അതിൽ EMSന്റെ കാലം മുതൽ കേരളം വിജയിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാഹിത്യകാരന്മാർ ഇടതുപക്ഷമാകുന്നതിൽ എനിക്ക് പരാതിയില്ല. പക്ഷേ സാഹിത്യകാരന്മാർ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ ഭരണാനുകൂല കാര്യങ്ങളുമായി ചേർന്ന് നിന്ന് അവർ ചെയ്യുന്ന തെറ്റിനെയും ശരിയും എല്ലാം കണ്ണടച്ച് എതിർക്കുന്നതിനെ ഞാനെന്നല്ല സ്വരാജിനെ പോലുള്ള ഇടതുപക്ഷക്കാരൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. സാഹിത്യകാരൻ ആരായിരിക്കണം? സാഹിത്യകാരന് ഇടതുപക്ഷമെന്ന് പറയുന്നത് മാർക്സിയൻ ലെനിൻ ആശയവും അതുപോലെ ഗാന്ധിയൻ ആശയവും സോഷ്യലിസ്റ്റ് ആശയവും ചേരുന്ന ഒരാശയ സംഹിതയാണെങ്കിൽ സാഹിത്യകാരന്മാർ അങ്ങനെ പോട്ടെ. സമൂഹത്തിന് വേണ്ടി എഴുതുന്നത് പുരോഗമനകരമായ കാര്യങ്ങളായിരിക്കണം എന്നുള്ള ചർച്ചയെ നമുക്ക് അംഗീകരിക്കാം, സമൂഹത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി. പക്ഷേ അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെറ്റുകളെയും ശരികളെയും എല്ലാം കണ്ണടച്ച് എതിർക്കുകയും ഏതെങ്കിലും സാഹിത്യ അക്കാദമിയിലോ അവാർഡുകളോ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഫാക്കൽറ്റി ആയിട്ടെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൽ കയറി ഇരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല എന്നുള്ളതാണ് വളരെ തമാശ. ഞാൻ വളരെ കൃത്യമായൊരു കാര്യം താങ്കളോട് പറയാം. എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. ഞാൻ പേരുകൾ പറയുന്നത് ശരിയല്ല സാഹിത്യകാരന്മാരുടെ. എനിക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരൻ, അദ്ദേഹം കോൺഗ്രസ് അനുഭവമുള്ളൊരു സാഹിത്യകാരനാണ്. ഇടതുപക്ഷത്തോട്, പ്രത്യേകിച്ച് പിണറായിയോടൊക്കെ വലിയ എതിർപ്പുള്ള ആളാണ്. പക്ഷേ ഒരു ദിവസം അദ്ദേഹവുമായി ഞാനൊരു പരിപാടിയിൽ പോയപ്പോൾ അദ്ദേഹം പിണറായി വിജയനെതിരെയും കോൺഗ്രസിനെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയൊക്കെ വലിയ വിമർശനമാണ് ഉയർത്തിയത്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ, പ്രശ്നങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം കൊള്ളാം. അപ്പോൾ ഞാനിതെല്ലാം കേട്ടിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിനകത്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നും കളിക്കാൻ പോയില്ല, ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഓഫീസിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഫയലിൻ്റെ ഫോളോ അപ്പിന് വേണ്ടി ഞാൻ ചെന്നപ്പോൾ ഇതേ സാഹിത്യകാരൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, സാർ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ, അല്ല ഞാനൊരു ചെറിയ കമ്മിറ്റിയിലുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. പക്ഷേ പിന്നെ ഞാൻ വിളിച്ചിട്ട് അദ്ദേഹം ഫോണും എടുത്തില്ല. അപ്പോൾ പിന്നെയാണ് ഞാൻ തിരക്കിയപ്പോൾ മനസ്സിലാക്കിയത് ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു കമ്മിറ്റിയിൽ അദ്ദേഹമുണ്ട്. ഒരു കമ്മിറ്റിയിലുണ്ടെങ്കിൽ സിറ്റിംഗ് ഫീസ് കിട്ടും, പൈസ കിട്ടും. അപ്പോൾ നിങ്ങൾ കേരളത്തിലെ
ഇടതുപക്ഷ വലതുപക്ഷ സാഹിത്യകാരന്മാരെന്ന് പറഞ്ഞോ, സാമൂഹിക പ്രവർത്തകരെന്ന് പറഞ്ഞോ, സാംസ്കാരിക നായരെന്ന് പറഞ്ഞു നിൽക്കുന്ന അക്കാഡമിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ, ഒരു സയൻസ് കോൺഗ്രസിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസിനിൽ, ഒരുപാട് മാഗസിനുകളുണ്ട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എല്ലാവർക്കും ഉണ്ട്, പിന്നെ സർക്കാരിനുമുണ്ട്, ഏതെങ്കിലുമൊക്കെ മാഗസിൻ ഒരു ലേഖനം എഴുതാൻ പറ്റിയാൽ, അതിന് ചെറിയ പൈസയൊക്കെ കിട്ടിയാൽ ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പലരുടെയും പക്ഷം എന്നുള്ളത് സ്വരാജ് തിരിച്ചറിയണം. പിന്നെ അതുപോലെ തന്നെ വൈശാഖനെ പോലുള്ള ആളുകൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കുറവിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ആശാ സമരമാകട്ടെ, ദളിത് സമരമാകട്ടെ, കേരളത്തിൽ 80കൾക്ക് ശേഷം 90കൾക്ക് ശേഷം എന്തുമാത്രം സമരങ്ങൾ നടന്നു. പാരിസ്ഥിതിക സമരങ്ങൾ നടന്നു, ഗെയിലിനെതിരെ സമരങ്ങൾ, ശരിയോ തെറ്റോ അത് അവിടെ നിൽക്കട്ടെ, ഗെയിലിനെതിരെ സമരം നടന്നു, ജാനുവിൻ്റെ നേതൃത്വത്തിൽ മുത്തങ്ങ സമരം നടന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ ആദിവാസികൾ സമരം ചെയ്തു. തിരുവനന്തപുരത്ത് കുടിൽകെട്ടി സമരം നടന്നു, വിളപ്പിൽശാല സമരം നടന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിൽ ബ്രഹ്മപുരത്തിനെതിരെ സമരം നടന്നു. കേരളത്തിനെതിരെ സമരം നടന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ നയങ്ങളുടെ ഏതെങ്കിലും ഒരു കുഴപ്പത്തെ ചൂണ്ടിക്കാണിക്കാൻ ഈ സ്വരാജിന്റെ അവിടെ വന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരാളുമില്ലായിരുന്നല്ലോ. അപ്പോൾ സാഹിത്യകാരന്മാരെന്ന് പറഞ്ഞ്, സാംസ്കാരിക നായരെന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്ക് കൃത്യമായ രാഷ്ട്രീയമല്ല ഉള്ളത്, രാഷ്ട്രീയ പക്ഷപാതിത്വമാണ്. രാഷ്ട്രീയമാകാം, രാഷ്ട്രീയ പക്ഷപാതിത്വമാകാൻ പാടില്ല, രാഷ്ട്രീയ വിധേയത്വമാകാൻ പാടില്ല. രാഷ്ട്രീയമാകാം, ഇടതുപക്ഷ രാഷ്ട്രീയമെന്നും വലതുപക്ഷ രാഷ്ട്രീയമെന്നും ഗാന്ധിജിയിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, മാർക്സിൽ വിശ്വസിക്കുന്നവർക്ക് മാർക്സിൽ വിശ്വസിക്കാം, മാവോയിസത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവർ ഇറങ്ങി വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതിരുന്ന മാവോയിൽ വിശ്വസിക്കാം. ഏത് തത്വശാസ്ത്രത്തിൽ, ബുദ്ധനിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഇതിൽ ഒന്നിലും വിശ്വസിക്കാത്തവരുണ്ട്, ഇന്ത്യൻ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഇപ്പോൾ തപസ്യ കലാവേദിയുടെ ആളുകൾ അവർ ഹൈന്ദവ ആശയങ്ങൾ വിശ്വസിക്കുന്നവരുണ്ട്, മുസ്ലിം ആശയങ്ങൾ വിശ്വസിക്കുന്ന സാഹിത്യകാരന്മാരുണ്ട്, പിന്നെ ക്രിസ്ത്യൻ ആശയങ്ങളിൽ ബൈബിളിലൊക്കെ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാം, ഏത് തത്വശാസ്ത്രത്തിലും വിശ്വസിക്കാം, പുരോഗമനപരമായി ഏത് കാര്യങ്ങളും ഇടപെടാം. പക്ഷേ പാർട്ടി വിധേയത്വം കാണിക്കുകയും പാർട്ടികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പുകളിലേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്. അവിടെയാണ് നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. നിഷ്പക്ഷമായ കാര്യങ്ങൾ വിലയിരുത്തി സമൂഹത്തിലുണ്ടാകുന്ന ദുഷ്ചെയ്തികളെ അല്ലെങ്കിൽ പാഴ്ചെയ്തികളെ ഏത് ഗവൺമെൻറ് ചെയ്താലും അതിനെ നഖശിഖാന്തം എതിർക്കുകയും സമൂഹത്തിന് നന്മ കൊടുക്കുകയും ജനപക്ഷത്ത് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാംസ്കാരിക നായരുടെ ചുമതല എന്നാണ് ഞാൻ വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വരാജിനെ തേടിയെത്തിയിട്ടുള്ള, സ്വരാജിന് വേണ്ടി വോട്ട് പിടിക്കാൻ വന്നിട്ടുള്ള KR മീര അടക്കം തീർച്ചയായും എത്ര സാമൂഹ്യ വിഷയങ്ങളിൽ, സാംസ്കാരിക വിഷയങ്ങളിൽ ഇവിടെ നിഷ്പക്ഷമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ എന്തായാലും ദീർഘിക്കുന്നില്ല. തീർച്ചയായും ഇത് വലിയ ഗൗരവമായ ഒരു ചർച്ച കേരള സമൂഹത്തിൽ തുറന്നു വെക്കണം. തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, തീർച്ചയായും നമുക്ക് വീണ്ടും കാണാം. ഈ ചർച്ച സ്വരാജ് തന്നെ കേരളത്തിൽ തുടങ്ങി വെക്കണം. ഇത് തുടങ്ങി വെക്കാൻ പറ്റിയ മറ്റൊരാൾ MA ബേബി ആയിരുന്നു. പക്ഷേ അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി പോയ സാഹചര്യത്തിൽ സ്വരാജിന് ഇത് കഴിയും. സ്വരാജ് ഇത് ചെയ്തേ തീരൂ.